നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂൾ വിട്ട് മടങ്ങിയെത്തിയ വിദ്യാർത്ഥി വീട്ടിലെത്തിയപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. തുടർന്ന് കടുത്ത വയറുവേദന കാരണം നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ നിന്ന വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിയെങ്കിലും സംഭവിച്ചത് മറ്റൊരു വിധിയായിരുന്നു. ഒഡീഷയിലാണ് സംഭവം. പക്ഷേ ഒഡീഷയിലാണെങ്കിലും ഒരുപക്ഷെ കേരളത്തിലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാഠ്മണ്ഡാൽ ജില്ലയിൽ സ്കൂൾ നോട്ടീസ് ബോർഡിൽ നിന്ന് പിന്ന് വിഴുങ്ങിയ 7ാം ക്ലാസ് വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചതായും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്നും ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. ഫുൽബാനിലെ ആദർശ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ തുഷാർ മിശ്രയാണ് മരണപ്പെട്ടത്. ഒക്ടോബർ 15-നാണ് തുഷാർ മിശ്ര എന്ന വിദ്യാർത്ഥി അബദ്ധത്തിൽ നോട്ടീസ് ബോർഡിൽ നിന്ന് പിന്നെടുത്ത് വിഴുങ്ങിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട തുഷാറും സഹപാഠികളും ഉടൻ തന്നെ അധ്യാപകരായ സീമയെയും ഫിറോസിനെയും വിവരം അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടികൾ നുണ പറയുകയാണ് എന്ന് പറഞ്ഞ് അധ്യാപകർ ഇവരെ അവഗണിച്ച് തിരിച്ചയച്ചതായി പരാതിയിൽ പറയുന്നു. അതിലുപരി കുട്ടിയുടെ അവശനില മനസ്സിലാക്കാതെ പിൻവിഴുങ്ങിയ വിദ്യാർത്ഥിക്ക് വെറും വെള്ളവും ഭക്ഷണവും നൽകിയെന്നും ഇത് പിന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ കാരണമായെന്നും കുടുംബം ആരോപിക്കുന്നു. വീട്ടമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് തുഷാർ താമസിച്ചിരുന്നത്. വൈകുന്നേരത്തോടെ വയറുവേദന സഹിക്കാനാവാതെ വന്നതോടുകൂടി വീട്ടുകാർ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി താൻ പിന്നെ വിഴുങ്ങിയ കാര്യം വീട്ടുകാരോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കുട്ടിയുടെ ശ്വാസകോശത്തിൽ പിന്നെ തറഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തുഷാറിനെ ഭുവനേശ്വറിലെ ക്യാപിറ്റൽ ആശുപത്രിയിലേക്ക് പിന്നീട് കട്ടകിയിലെ ശിശു ഭവനിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിന്ന് പിന്നെ നീക്കം ചെയ്യാൻ സാധിച്ചെങ്കിലും ആരോഗ്യനില വഷളായി കുട്ടി കോമയിലേക്ക് പോയി. ഒക്ടോബർ 26-ന് ചികിത്സയിലിരിക്കെയാണ് തുഷാർ മിശ്ര മരണപ്പെട്ടത്. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ അടുത്ത ദിവസം കുട്ടിയുടെ പിതാവ് പോലീസിൽ ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയതോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ച കാര്യം തങ്ങൾ സ്ഥിരീകരിക്കുന്നതായി പോലീസിൽ അറിയിച്ചു. പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല. കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ പിന്നെ വായിൽ വെച്ച് നടക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വായിൽ വെച്ച ശേഷം നോട്ടീസ് ബോർഡിൽ ഒരുപക്ഷെ നോട്ടീസ് എന്തെങ്കിലും പതിപ്പിച്ചിട്ടുണ്ടാകാം. ആ ഒരു പ്രവൃത്തി ഇടയ്ക്കിനിടയിലായിരിക്കണം ഈ പിന്നെ വിഴുങ്ങിയിട്ടുണ്ടാകുക. അത് പറഞ്ഞിട്ടും അധ്യാപകർ കാണിച്ച ആശ്രദ്ധ തന്നെയാണ് കുട്ടിയുടെ ജീവൻ ഇപ്പോൾ വെടിയാൻ കാരണം. ഒരുപക്ഷെ കൃത്യമായി പാമ്പ് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ തൊണ്ടയിൽ മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ കുടുങ്ങുമ്പോഴോ ഒക്കെ തന്നെ കൃത്യമായ ഒരു ഫസ്റ്റ് എയ്ഡ് നൽകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മലപ്പുറത്ത് ഇത്തരത്തിൽ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്ന കുട്ടി തൊണ്ടയിൽ ബബിൾക്കം വിഴുങ്ങി ശ്വാസതടസ്സം ഉണ്ടായ കുട്ടിയെ പെട്ടെന്ന് തന്നെ അടുത്തു നിന്ന യുവാക്കൾ ഈ ഫസ്റ്റ് എയ്ഡ് നൽകുകയും കുട്ടിക്ക് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനാൽ കുട്ടി ജീവനോടെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ തന്നെ അങ്ങനത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ കുട്ടികൾക്ക് ഇത്തരം അപകടത്തിൽ നിന്നും കുട്ടികളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.